എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടയും കൊണ്ടൊരു മുട്ട ചുക്ക ഉണ്ടാക്കാം. മുട്ട 4 മുട്ട എടുത്തിട്ടുണ്ട്. അതെങ്ങനെ നോക്കാം. പുതിയൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്. നാല് മുട്ട ഉടച്ചു. എനിക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം. കുറച്ച് കുരുമുളക് പൊടിയുണ്ട്. പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. നല്ലോണം കലക്കണം. ഇനി നമുക്കിത് ആവിയിൽ വേകാൻ വെക്കണം. ഈ പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ ഒരു ടിഫിൻ ബോക്സിൽ വെച്ചിട്ട് എന്തിനു വേണമെങ്കിൽ വയ്ക്കാം. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെയാണ് ഉണ്ടാക്കുക. 2 സ്റ്റെപ്പായിട്ടുണ്ട്. നോക്കാം. ഒഴിച്ചോ. വയ്ക്കാൻ പോണത് വെള്ളം വെച്ചിരുന്നു. വെള്ളം ആവി വരുന്നുണ്ട്. സൂക്ഷിച്ച് വെക്കുക. ഞാൻ കുറച്ച് വെള്ളം വെച്ച് ആവി വന്നു. ആവി വരുന്ന മുമ്പേ വെക്കാൻ നോക്കുക. ചെറിയ കുട്ടികളൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അത് കുറച്ച് ഒരു 10 മിനിറ്റിന് ആവണം. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് വെന്തം നോക്കിയിട്ട് അതിന് ശേഷം മുട്ട ചുക്ക ഉണ്ടാക്കാം. അതെന്തൊക്കെ വേണ്ട, എങ്ങനെയാണ് വേണ്ടതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തു. ഇതാ ഇങ്ങനെയായി. 10 മിനിറ്റ് വേവിച്ചു. മുട്ട വെന്തു. ഇനി നമുക്ക് എടുക്കാം. ഇങ്ങനെ സ്ക്വയർ ആക്കണം. ഇതങ്ങനെ സ്ക്വയർ ആക്കി എടുക്കണം. ഇതാ ഇങ്ങനെ സ്ക്വയർ ആക്കണം. അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കണം. ഒന്ന് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ തുടങ്ങാം എങ്ങനെയാണ് മുട്ട ചുക്ക ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ചട്ടി ചൂടാവട്ടെ. എന്തൊക്കെയാണ് വേണ്ടി നോക്കാം. 2 ഏലക്കായ, ഗ്രാമ്പു, പട്ട, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി വലിയ സ്പൂൺ 1 സ്പൂണ്, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി. ഇത് കുറച്ച് സാജീരകം. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാജീരകം 1/2 സ്പൂണ്. വലിയ 2 സവാളയാണ്. അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. വലിയ 2 സവാള. അതേമാതിരി തക്കാളി. വലിയ തക്കാളി വെച്ച് 2 എണ്ണം, ഇല്ലെങ്കിൽ 3 തക്കാളി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യം കടുകിടാം. പട്ടയും ഗ്രാമ്പൊക്കെ ഇടാം. പട്ട, ഗ്രാമ്പ്, ഏലക്കായ 3 എണ്ണം ഇട്ടിട്ട് വിട്ട് നിൽക്കണം. അടുത്ത് നിൽക്കരുത്, പൊട്ടിത്തെടുക്കും. പെരുംജീരകം ഇടാം. പെരുംജീരകം 1 സ്പൂണ്. സാജീരകം ഇത് പൊടിയുടെ അവസാനം ഇടാം. ഉള്ളി ഇടാൻ പോണു. മല്ലിപ്പറമ്പ് ഒന്ന് വാടി വണങ്ങി വരണം. നമ്മുടെ സ്വന്തം മുട്ട ചുക്ക നോക്കാം. എല്ലാവരും ഉണ്ടാക്കണം. എന്നിട്ട് കഴിക്കണം. അപ്പോഴല്ലേ അറിയുള്ളൂ. ഒരു പൊടിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഒരു ചെറിയ സ്പൂണിലാണ് ഇഞ്ചി വെളുത്തുള്ളി. നമ്മളത് വഴണ്ടി വരട്ടെ. നല്ലോണം ടേസ്റ്റി ആയതാണ്. വെറൈറ്റിയാണ്. എപ്പോഴും ഒരേമാതിരി ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കുക, കഴിക്കുക.
ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞില്ല, മറന്നു പോയതാണ്. അതാണ് പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഒരു പൊടിക്ക് പേര് ജീരകപ്പൊടി, കുഞ്ഞൻ ജീരകപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച്. ചപ്പാത്തിക്ക്, ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, പൂരിക്ക്, ചോറിന് എല്ലാറ്റിനും കഴിക്കാം. ഇതാ ഇടാൻ പോകണം, അത്ര മതി. പൊടി എല്ലാ പൊടികളും ഇട്ടു. നല്ല മണം, മണക്ക മുട്ടച്ചുക്ക. ഒന്ന് പൊടി നല്ലൊന്ന് വാഴട്ടെ. നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ടാൽ പിന്നെ അതിൻ്റെ വെള്ളം വറ്റണ വരയ്ക്കും വെയിറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ മുൻപിലിടുന്നത്. ഓരോരുത്തർ ഓരോരോ മാതിരി ഇടും. എല്ലാം ഇട്ട ശേഷം അവസാനം ഇടും, ഒരു മുമ്പിലിടും. അങ്ങനെയാണ് ഞാൻ, അങ്ങനെയാണ് നമ്മുടെ ഇതങ്ങനെയാണ് പരിപാടി. നമ്മുടെ സ്വന്തം തക്കാളി കുട്ടനിടാം. നല്ല പൊടിപൊടിയായിട്ട് അരിയണം, നല്ല ചെറുതാക്കിയിട്ട്. അപ്പോഴാണ് വേഗം വണങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെല്ലെ ആവുള്ളൂ, നേരം വഴുകും. ഒന്ന് നല്ലോണം വഴണ്ടി വരട്ടെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒക്കെ വറ്റി വന്നു വെള്ളമൊക്കെ. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഇതൊക്കെ തെളിഞ്ഞ് വന്നു, എണ്ണയൊക്കെ ഇങ്ങനെ മേലെ വരാൻ തുടങ്ങി. നമുക്ക് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായി വെള്ളം ഒഴിക്കാം. ഒരുപാട് ഒഴിക്കാൻ പാടില്ല, ഒരു അളവായിട്ട് പാകത്തിന്. ഉപ്പും എല്ലാം നോക്കാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇടാം. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചൂടുവെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1.5 ഗ്ലാസ്. ഒന്ന് തിളക്കട്ടെ. റെഡിയായി. നമുക്ക് നമ്മുടെ മുട്ടനിടാം. എന്താ ഒരു ഭംഗി! സ്ക്വയർ കുരുമുളക് പൊടിക്ക് മേലെ നിൽക്കണം കളകളട്ടായി. നല്ല കളർഫുള്ളായ നമ്മുടെ മുട്ട പീസിന് പനീർ കറിമാരി ഉണ്ട്. കണ്ട ഈ കറുവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും അങ്ങനെ എന്തെന്തൊക്കെ വേണം ചൊക്കടാം. ഒന്ന് കുറച്ചൊന്ന് വറ്റിയിട്ട് ഒന്ന് ഇതാവട്ടെ, ഒരു 2-3 മിനിറ്റ് തിളയ്ക്കട്ടെ. അങ്ങനെ ഈസി ടേസ്റ്റി മുട്ടച്ചുക്ക റെഡിയായി. ചപ്പാത്തി, ഇടിയപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം, എല്ലാത്തിനും ചോറ്. ഇനി ഒന്നിന് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു കറിയൊന്നും ചിന്തിക്കണ്ട. എല്ലാത്തിനും കഴിക്കാം, എല്ലാറ്റിനും കൂടെ കൂട്ടി കഴിക്കാം. നെയ്ച്ചോറുണ്ടാക്കി അതിലും കൂടി കഴിക്കാം, ഒന്നും കുഴപ്പമില്ല. അതൊരു വെറൈറ്റി ടേസ്റ്റാവും നെയ്ച്ചോറും കൂടെ കഴിച്ചാൽ. അങ്ങനെ അടിപൊളി സൂപ്പർ മുട്ടച്ചുക്ക റെഡിയായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനി വീണ്ടും ഇനിയൊരു വീഡിയോയിൽ കാണാം.